ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടില്ലേ? ഞാൻ എൻ്റെ വിഷുക്കണി ഒരുക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പച്ചക്കറികളും ഫ്രൂട്ട്സും അതൊക്കെ ഒരുക്കി വെച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് എനിക്ക് തോന്നുന്ന ഒരു 3:45 ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് കുളിച്ചിട്ടാണ് ബാക്കി സാധനങ്ങൾ വെച്ചത്. തേങ്ങയും പൂവൊക്കെ രാവിലെയാണ് വെച്ചത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഡൽഹിയിൽ നിറയെ കൊന്ന മരമുണ്ട്. പക്ഷേ കൊന്നപ്പൂവ് നമ്മളെ വിഷുവിന് ഒരു ചെറിയൊരു പൂവ് പോലും കണി കാണാൻ കിട്ടില്ല. അത് ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേക്കാണ് നിറയെ പൂത്തിട്ടുണ്ടാവുക. അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ എന്നിട്ട് എല്ലാവരെയും കണി കാണാൻ വിളിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് കണി കണ്ടു. എന്നിട്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രവാസികളായ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഈ സമയത്തുള്ള പടക്കം പൊട്ടിക്കലാണ്. അത് ശരിക്കും മക്കളും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ദീപാവലിക്കും പടക്കം പൊട്ടിക്കാൻ പറ്റുന്നില്ല, വിഷുവിനും പടക്കം പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. പിന്നെ കിടന്നുറങ്ങി കേട്ടോ. നമ്മൾ കണി കണ്ടിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇന്ന് സ്കൂള് ഉള്ള ദിവസമാണ്. മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ധനുവേട്ടൻ ഇന്ന് ഓഫീസ് ലീവാക്കി. പിന്നെ അങ്ങനെ ചെറിയ ഒരു കണിയൊക്കെ വെച്ച് നിങ്ങളെല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുക്കണിയും പിന്നെ സദ്യ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴുള്ള രണ്ടാമത്തെ വിഷുവാണ് ഞങ്ങളുടേത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.